ഗുഡ് മോർണിംഗ്. എനിക്ക് ഇന്ന് അത്ര ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ. സെയിലായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഇതൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ഇട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബോഗൻവില്ലയുടെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റുകളില്ല. പ്ലാന്റുകൾ ഒരുപാടുണ്ടെങ്കിലും വെറൈറ്റികൾ ഒരുപാടുണ്ട്. പക്ഷേ ഓരോ വെറൈറ്റിയിലുള്ള പ്ലാന്റ്സുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു കേട്ടോ. എന്നിരുന്നാലും ചില കസ്റ്റമേഴ്സ്, എല്ലാവരും അല്ലാട്ടോ, ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പക്ഷെ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് പ്ലാന്റ്സുകൾ വേണമെന്ന് പറഞ്ഞ് നമ്മളോട് കൺഫേം ചെയ്ത് മാറ്റി വെപ്പിച്ചിട്ട് പിന്നീട് അത് വേണ്ടെന്ന് പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഭയങ്കരമാണ്. നമുക്കൊരു ഇതുപോലുള്ള എന്തെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമുക്കതല്ലാതെ ആ പ്ലാന്റുകൾക്ക് വേറെ എൻക്വയറി ഒക്കെ വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സിനോട് സോൾഡ് ഔട്ട് പറഞ്ഞു പോയ സാധനങ്ങളാണ്. അപ്പോൾ വീണ്ടും നമുക്ക് സെയിലാകാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ബോഗൻവില്ല പ്ലാന്റ്സുകൾ ഇന്നലെ നമുക്ക് കൊറിയർ വിട്ടതിനകത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊറിയർ ചാർജിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പല കസ്റ്റമേഴ്സിനും സ്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് ആരും തന്നെ പേയ്മെന്റ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ബോഗൻവില്ലയുടെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു പ്രോബ്ലമാണ്, നമ്മളൊരു ഏകദേശം ഒരു കൊറിയർ ചാർജാണ് കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുക്കുന്നത്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ബോഗൻവില്ലയുടെ ഇത് അയക്കുന്ന സമയത്ത് അത്യാവശ്യം വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ നഷ്ടമാണെങ്കിലും ഒരിക്കലും അത് കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുക്കാറില്ല. ഒരുപാട് കൊറിയറുകൾ വരുന്ന സമയത്ത് ഒരു ദിവസം തന്നെ നമുക്കൊരു 10,000-3000 രൂപയൊക്കെ ഇത് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് താങ്ങാനുള്ളൊരു ഇതില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലിപ്പുകൾ ഇട്ട് തരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് പ്ലാന്റ്സുകൾ വേണം എന്നുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ സ്ലിപ്പ് ഇട്ട് തരുന്ന സമയത്ത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പേ ചെയ്ത് തരണം കേട്ടോ. നമ്മൾ അത്ര എഫേർട്ട് ഇട്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയിപ്പോൾ നമ്മളിവിടെ നട്ടു കൊടുത്തത് എപ്പേഷ്യയുടെ കട്ടിങ്സുകളാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന വലിയ നഷ്ടങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും നികത്തി പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളാണ്. പക്ഷെ ഇതിനൊന്നും എനിക്ക് അധികം ടൈം കിട്ടാറില്ല. അപ്പം നിങ്ങൾ പ്ലാന്റ്സുകൾ വേണമെന്നുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് കൂടി ദയവ് ചെയ്തൊന്ന് പേ ചെയ്ത് തരണം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിപ്പോൾ നമ്മൾ പറമ്പിന്റെ നടുക്ക് തന്നെ ബോഗൻവില്ല വെച്ചിരിക്കണമെന്ന് പല ആളുകളും ചിന്തിക്കും അല്ലേ. നമുക്ക് നേരം വെളുക്കുമ്പോൾ മുതൽ നമ്മൾ എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് ഉറങ്ങുന്നിടം വരെയും ചെടികളുടെ പുറകെയാണ് കേട്ടോ. അത്രയും എഫേർട്ട് നമ്മൾ ഓരോ ഇതിനും ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി പറമ്പിന്റെ നടുക്ക് കുറച്ച് ബോഗൻവില്ല കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ബോഗൻവില്ല പ്ലാന്റ്സ് അറിയാലോ, നല്ല രീതിയിൽ വെയിലും കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബോഗൻവില്ല പ്ലാന്റ്സുകൾക്കും ഇൻഡോർ പ്ലാന്റ്സുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ബാസാക്കോട്ടെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. 250 ഗ്രാമാണ് മിനിമം പർച്ചേസ് ചെയ്യേണ്ടത്. 250 ഗ്രാമിന് 320 രൂപ പ്ലസ് CC ആണ് കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.